അസ്സലാമലൈക്കും, നമസ്കാരം. 10 സ്റ്റാർ എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ റെഡ്മി നോട്ട് 9 പ്രോ എന്ന ലേറ്റസ്റ്റ് മൊബൈലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഷവോമി പുറത്തിറക്കിയ ലേറ്റസ്റ്റ് മൊബൈലാണ് റെഡ്മി നോട്ട് 9 പ്രോ. വളരെ മികച്ച ഒരു പാക്കിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. റെഡ്മി നോട്ട് 9 പ്രോ എന്ന് രണ്ട് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഷവോമി നേരത്തെ ഇറക്കിയ റെഡ്മി നോട്ട് 9ൻ്റെ അപ്ഗ്രേഡ് വെർഷനാണിത്. റെഡ്മി നോട്ട് 9 പ്രോ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വാറണ്ടി ലൈഫ് ടൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്നും വാങ്ങിയ ഫോണല്ല, സൗദി അറേബ്യയിൽ നിന്നും കൊണ്ടുവന്ന ഫോണാണ്. ഇത് ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ ഇടുന്നത്. നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ മൊബൈലിൻ്റെ കൂടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ അവസ്ഥ. നമുക്കിത് അതിൻ്റെ പേപ്പർ ബോക്സാണ് അടുത്തത് കാണാൻ കഴിയുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഓപ്പൺ ചെയ്തോടനെ നമ്മൾ കാണുന്നത് ഹിഡ്ജ് ചെയ്യാനുള്ളൊരു ടൂളാണ്. മൊബൈലിൻ്റെ സിം കാർഡ് ഡ്രോ ഓപ്പൺ ചെയ്യാനുള്ള ടൂളാണ്. അതിൻ്റെ കൂടെ ഒരു മാനുവൽ കാർഡും ഉണ്ട്, വാറണ്ടി കാർഡും ഉണ്ട്. വാറണ്ടി കാർഡും മാനുവൽ കാർഡുമാണ്. നമുക്കിത് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കൂടാതെ ഇതിനകത്തൊരു കേസുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. വളരെ ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ്. അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പ്രധാന താരത്തിനെ നമുക്ക് പുറത്തെടുക്കാം. താരത്തിനെ ഒരു പൗച്ചിനകത്ത് ഭദ്രമാക്കി സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. കോൾകം സ്നാപ്ഡ്രാഗൺ 720Gയുടെ പ്രോസസ്സാണ് ഈ മൊബൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഇറങ്ങിയ നോട്ട് 9 പ്രോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 5020 mAhൻ്റെ ബാറ്ററിയും 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പബ്ജി പോലത്തെ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മൊബൈലാണിത്. ബോക്സിനകത്ത് ടൈപ്പ് സി കേബിളും ഒരു ചാർജറുമാണ് ഉള്ളത്. 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അൺബോക്സ് ചെയ്ത എല്ലാ സാധനങ്ങളും നമുക്കിവിടെ സോർട്ട് ചെയ്ത് വയ്ക്കാം. ഒരു ടൈപ്പ് സി കേബിള്, 33 വാട്ട്സിൻ്റെ ഒരു ചാർജർ, പിന്നെ നമ്മുടെ താരം, പിന്നെ വാറണ്ടി കാർഡ്, മാനുവൽ കാർഡ്, പിന്നെ ഒരു കേസുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോയുടെ ബോക്സിനകത്തുണ്ടായിരുന്നത്. ഈ മൊബൈലിൻ്റെ ഡയമെൻഷൻ ഹൈറ്റ് 165.75 mm ആണ്, വിഡ്ത്ത് 76.68 mm ആണ്, തിക്നെസ് 8.8 mm ആണ്, വെയ്റ്റ് 209 grams ആണ്. ഈ മൊബൈലിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 GB ആണ്. എൻ്റെ റാം എന്ന് പറയുന്നത് 6 GB ആണ്. റെഡ്മി നോട്ട് 9ൽ കൊടുത്തിരുന്നത് 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ആയിരുന്നുവെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇനി നമ്മുടെ താരത്തിൻ്റെ പൗച്ച് ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. പൗച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് വളരെ പാടുപെട്ട് ഞാൻ വലിച്ച് ഇളക്കുന്നത്. വാവ്, നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ് കേട്ടോ. ആ ഗ്ലാസിൻ്റെ ഒരു ഗ്ലൈസിങ് നോക്കിയേ, ഗ്ലൈസിയർ വൈറ്റ് എന്ന് പറയുന്ന മോഡല്. ഇത് ഗ്ലാസ് എന്നും പറഞ്ഞ് പെട്ടെന്ന് പൊട്ടയൊന്നുമില്ല. ഇത് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയത് കൊണ്ട് തന്നെ ഇതിന് വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴില്ല. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മഴത്തുള്ളികളൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തിയൊക്കെ ഈ മൊബൈലിനുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 MBയുടെ ഇൻഡിസ്പ്ലേ ക്യാമറയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. HD+ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 6.67 ആണ് ഡിസ്പ്ലേ സൈസ്, 3.5 mm ഓഡിയോ ജാക്കും,
ചാർജ് ചെയ്യാനുള്ള USB Type C പോർട്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സ്പീക്കർ ഗില്ല് എന്നിവ കാണാം. ഇതിൻ്റെ സ്ലിം സ്ലോട്ടിൽ 2 നാനോ കാർഡുകളും ഒരു എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് 512 GB വരെയുള്ള മെമ്മറി കാർഡ് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഈ മൊബൈൽ 2G, 3G, 4G, 4G Plus ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് IR ബ്ലാസ്റ്റും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. IR ബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സൽ റിമോട്ടായിട്ട് TVയും എയർ കണ്ടീഷനൊക്കെ പ്രവർത്തിപ്പിക്കാം. ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെയാണ് ഈ ബട്ടൺ. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും പവർ ബട്ടനുമാണ് ഇത്. എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഇതിൻ്റെ ക്യാമറയാണ്. ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് നിൽക്കുകയാണ്. 4 ക്യാമറയാണ് ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യാമറ ഏറ്റവും താഴെയായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. 64 MB പ്രൈമറി ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 MB മൈക്രോ ക്യാമറയും 2 MB ഡെപ്ത് സെൻസറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64 MB വൈഡ് പ്രൈമറി ക്യാമറയിൽ നൈറ്റ് മോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബ് വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടൊരു മൊബൈലാണിത്. ഈ ഫോണിൻ്റെ ഫേസ് ലോക്ക് എന്ന് പറയുന്നത് കണ്ണിമ വെട്ടുന്നതിനെക്കാട്ടി ഫാസ്റ്റായിട്ടാണ്. ഇത് ലോക്ക് ആവുന്നത് പോലും നമുക്കറിയത്തില്ല, അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ഇത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോയുടെ അൺബോക്സിങ് വിശേഷങ്ങൾ. ഇതിൻ്റെ റിവ്യൂ ഒന്നും പറയേണ്ട ആവശ്യമില്ല, മികച്ച ഒരു ഫോൺ തന്നെയാണിത്. യാതൊരു നഷ്ടവും വരില്ല. ചെറിയ ബജറ്റിൽ കിട്ടുന്ന ഒരു ഫോണില്ലേ, അപ്പം ഇത് വളരെ നഷ്ടമൊന്നും കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ ഫോണിൽ എടുത്തിരിക്കുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. ഈ ഫോണിൻ്റെ വിശദമായിട്ടുള്ള റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സലാം.